ടു മൈ ചാനൽ താടിയുമ്പോട്ടും ടോക്സ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ വിഷമകരവും സങ്കടകരമായ ഒരു കാര്യമായിരിക്കും. അവർക്ക് ആ ഡൈവോഴ്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് ആ ഡൈവോഴ്സ് അവർക്ക് ചെയ്യേണ്ട ഒരു ഘട്ടമായിരിക്കാം. അവരുടെ ജീവിതത്തിൽ ത്രൂ ഔട്ട് അതൊരു സങ്കടവും വിഷമവും ഒരു കുറ്റബോധവും ഒക്കെ ആയി മാറാറുണ്ട്. പക്ഷെ മറ്റു ചിലരെ സംബന്ധിച്ച് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം പോലെ, അല്ലെങ്കിൽ ഒരു പുനർജന്മം പോലെ, അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം പോലെ, തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് പോലെയൊക്കെ മാറാറുണ്ട്. അത് ഈ പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ, അതായത് ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ട അനുഭവങ്ങളുടെ കാഠിന്യം എങ്ങനെയാണ് എന്നതനുസരിച്ചാണ് ഇതിൽ ഏതായിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ മലപ്പുറത്തെ നാജിയയുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവവും നേരിടേണ്ടി വന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ടോക്ക്. നാജിയയുടെ ജീവിതത്തിൻ്റെ സ്റ്റോറി, എന്താണ് സംഭവിച്ചതെന്ന്, ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഡിവോഴ്സ് ആയിരുന്നു അത് എന്നും അതുമായി ബന്ധപ്പെട്ട നാജിയയുടെ വാക്കുകളിലേക്ക്. 2012 ജൂൺ മാസത്തിലായിരുന്നു എൻ്റെ വിവാഹം. മലപ്പുറത്തുള്ള ഒരു വ്യക്തി, പരസ്പര സ്നേഹം, അതൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ വിവാഹ ജീവിതത്തിലേക്കുള്ള പ്രവേശനം. അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നു ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പുതുമോടിയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ആ ദാമ്പത്യ ജീവിതം അധികം വൈകാതെ തന്നെ ഓരോ പ്രശ്നങ്ങളിലേക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. എൻ്റെ ശരീരപ്രകൃതി പറഞ്ഞിട്ടുള്ളത് ഒരു മെലിഞ്ഞ ശരീരപ്രകൃതിയായിരുന്നു. കല്യാണം കഴിച്ച ആൾക്ക് മെലിഞ്ഞതായിട്ടുള്ള ഒരു കുട്ടി മതി എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരുന്നു അവർ പ്രപ്പോസൽ കൊണ്ടുവന്നതും കല്യാണം കഴിച്ചതും. പക്ഷെ പോകെ പോകെ വീട്ടുകാരുടെ പല സംസാരങ്ങളും അതേപോലെ തന്നെ കുത്തുവാക്കുകളും എല്ലാം കേട്ട് തന്നെ ഹസ്ബൻഡിന്റെയും എക്സ് ഹസ്ബൻഡിന്റെയും സ്വഭാവം മാറി തുടങ്ങി. കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, അതേപോലെ തടിയില്ല, ഭംഗിയില്ല, അങ്ങനത്തെ ഒരുപാട് വാക്കുകളായി തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ആളൊരു ഭയങ്കര ദേഷ്യക്കാരനും സംശയരോഗിയാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായി. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹം അങ്ങോട്ട് ഉണ്ടായിരുന്നത് കൊണ്ടും ആ ജീവിതത്തിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. യെസ്. അപ്പോൾ പ്രൊഫഷണലി ഒരു എഞ്ചിനീയറാണ് നാജിയ. എന്നാൽ KSEBിയിലാണ് വർക്ക് ചെയ്യുന്നത്. ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തൻ്റെ എല്ലാ പെൺകുട്ടികളുടെ പോലെ തന്നെ വിവാഹം കഴിച്ച് കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായി പരസ്പര സ്നേഹവും സമാധാനം സന്തോഷമായിട്ടുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് നാജിയ ആ ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. അവർ വിചാരിച്ച പോലെ തുടക്കത്തിലൊന്നും പുതുമുടിയിലൊന്നും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മെലിഞ്ഞ കുട്ടിയെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ വിവാഹം നടന്നത്. പക്ഷെ പിന്നീട് അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഭർത്താവിൻ്റെ വീട്ടുകാർ, ചില ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അവിടെ നിന്ന് ഇവിടെ നിന്ന് തെളിഞ്ഞു മറിഞ്ഞ് കൊത്തിയും കൊടുക്കും കൊടുത്തിട്ടാണല്ലോ എരിവ് കയറ്റി വിടുക. അപ്പോൾ ഈ ഭർത്താവും വീട്ടുകാരും പിന്നെ ഈ മെലിഞ്ഞ ശരീരമുള്ള മരുമകൾ പോരാ, അല്ലെങ്കിൽ പിന്നെ അവർക്കുള്ള കുറ്റങ്ങൾ, കുറവുകൾ, കുത്തുവാക്കുകൾ അതൊക്കെ തുടങ്ങി. പിന്നെ ഈ പറയുന്ന ഭാര്യയോട് ഈ ഭർത്താവിനുള്ള സ്നേഹം കുറയാൻ തുടങ്ങി, ഇഷ്ടം കുറയാൻ തുടങ്ങി. ഒരുപാട് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പോലെ തന്നെ എന്തൊക്കെയാണെങ്കിലും കുറേ അവർ പിടിച്ചു നിന്ന് തന്നെ അവർക്ക് അങ്ങോട്ടൊരു സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും നമ്മളെ വീട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ അവരൊക്കെ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും, മോശമല്ലേ, എല്ലാവർക്കും അതൊരു പേര് ദോഷമാവില്ലേ എന്നൊക്കെ കരുതി നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മൾ പിടിച്ച് നിന്ന് ആരോടൊന്നും പറയാതെ എന്തുണ്ടായാലും പിടിച്ച് നിൽക്കാമെന്ന രീതിയിൽ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ഈ നാജിയും അവിടെ പിടിച്ചു നിന്നു. എന്നിട്ടും പിന്നീട് അവരുടെ നേരെയുള്ള കുത്തുവാക്കുകളും അല്ലെങ്കിൽ പരിഹാസങ്ങളും മാനസിക പീഡനങ്ങളും പുറമെ പിന്നീട് ശാരീരിക പീഡനങ്ങളും തുടങ്ങി. ശാരീരികമായുള്ള പീഡനങ്ങളും തുടങ്ങിയപ്പോൾ അത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യമായിരിക്കും ഒരാൾ ശാരീരികമായ പീഡനങ്ങൾ നേരിടേണ്ടി വരിക. അത് ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് നാജിയയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന വാക്കുകൾ കൊണ്ടുള്ള വേദനിപ്പിക്കലിന് പുറമെ ആയിട്ട് ഫിസിക്കലി അസാൾട്ട് തുടങ്ങി.
എന്നിരുന്നാലും ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. പോകെ കുറച്ച് മാസങ്ങൾ ആള് വിദേശത്താണ് ജോലി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആള് വിദേശത്തേക്ക് പോയി. എന്നാൽ ഞങ്ങൾ വേറിട്ട് നിൽക്കായിരുന്നെങ്കിലും ഫോൺ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു സാഹചര്യം അവരുടെ പേരൻസ് തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി, സെപ്പറേറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, രണ്ടുപേരും മാത്രമായി നിൽക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാം ഓക്കെ ആവുന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ ഗൾഫിലോട്ട് പോയിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴും ഇതിനേക്കാൾ കൂടുതലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു പെൺകുട്ടിക്ക് കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫിസിക്കലി ആയിട്ടാണെങ്കിലും ചൂടുള്ള ചായ എടുത്ത് മുഖത്തൊഴിക്കുക, അതേപോലെ തന്നെ ഡിഷ് വാഷ് എടുത്ത് തലയിൽ ഒഴിക്കുക. ഡിഷ് വാഷ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ തന്നെ പോകാനുള്ള ഒരു അവസ്ഥ നമുക്കറിയാം. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ തലയിലേക്ക് ഒഴിക്കുന്നത്. നമ്മുടെ അത്ര ഹെയറും ഉണ്ടായിരുന്നു ആ സമയത്ത്. അതൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ആള് എന്റെ ശരീരത്തിൽ നിന്ന് കൈ എടുത്തിട്ടില്ല എന്ന് പറയാം. ആ രീതിയിലായിരുന്നു എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആയ സിറ്റുവേഷനും ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലി അസാൾട്ട് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് പെയിൻ ഒക്കെ വന്നിട്ടാണ് ഡോക്ടറെ കാണിച്ചത്. അവര് സംശയരോഗം അവര് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഗൾഫിലായിരിക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഒരു നമ്പർ ഡിസ്പ്ലേ നമ്പർ ആക്കിയിട്ട് നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ചിട്ട് നമ്മളത് പറയുന്നുണ്ടോ എന്ന് നോക്കും. പറഞ്ഞാലും അവർക്ക് പ്രശ്നമാണ്, പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ്. നമ്മളെ അങ്ങനെ ഒരു രീതിയിലായിരുന്നു അവര് സംശയരോഗത്തിന്റെ ഇത് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് മുഖത്തടിക്കുക, അതേപോലെ ഷോൾഡറിൽ അടിക്കുക, എപ്പോഴും അടിയായിരുന്നു. എൻ്റെ ആ ഒരു പോർഷൻ ബ്ലഡിന്റെ കളറിലും ഒരു ബ്ലൂ കളറിലും കല്ലച്ച് നിന്നുകൊണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ കവിള് ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു തവണ ഒരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്ന പോലെയാണ്. ഒരു ചൊല്ല് കേട്ടിട്ട് നമ്മൾ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ നെക്കിക്കൊല്ലും എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനായിരുന്നു. 1 മിനിറ്റ് സ്നേഹമാണെങ്കിൽ ബാക്കിയുള്ള സമയം ഫുള്ള് ദ്രോഹമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഉപദ്രവം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ആയിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് അവരാണ് വലുത്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇതിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ചൂടുള്ള ചായ, എന്തെങ്കിലും സംസാരിക്കുന്നതിനൊരു ചായ കൊണ്ടുകൊടുത്താൽ അത് മുഖത്തൊഴിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഡിഷ് വാഷിന്റെ സംഭവം പറഞ്ഞ് അത് ചെയ്യാം. പിന്നെ അതേപോലെ അപ്പോൾ നാട്ടില് ഇനി ഇയാള് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഗൾഫിൽ പോയി. അപ്പോൾ വേറെ സ്ഥലത്തല്ലേ നിൽക്കണേ. അപ്പോൾ ഇനി അതുകൊണ്ട് ഇനി ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കും. ഒന്നിച്ച് ഭാര്യയും ഭർത്താവും മാറി നിന്നാൽ തന്നെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള വീട്ടുകാരിൽ നിന്ന് മാറിയിരുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഗൾഫിൽ പോയി അവിടെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഈ ഭർത്താവ് ഭാര്യയെയും കൊണ്ടുപോയി അവരൊരുമിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും പ്രശ്നമായിരുന്നു. പുള്ളി വളരെ ഒരു സൈക്കോ പോലെയാണ് പെരുമാറുന്നത്. ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ഭയങ്കര ഡൗട്ട്. പിന്നെ ദേഷ്യം വരുമ്പോൾ കയ്യിൽ എന്താണെങ്കിലും അതെടുത്ത് എറിയുക, ഡിഷ് വാഷർ തലയിൽ ഒഴിക്കുക, ചൂട് ചായ മൂത്തൊഴിക്കുക. അതും പോരാതെ എപ്പോഴും ശാരീരികമായി പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക. ഈ ഗൾഫ് നാടുകളിലെല്ലാം വെച്ച് ഉപദ്രവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഭാര്യമാര് വീട്ടുകാരോടൊന്നും ഈ കാര്യങ്ങൾ പറയുന്നില്ല, മറ്റാരോടും പുറത്ത് പറയുന്നില്ല എന്ന് ഉറപ്പ് കിട്ടി കഴിഞ്ഞാൽ അവർ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. കാരണം ആ ഒരു നാട്ടിൽ നിന്ന് ഈ പറയുന്ന പുള്ളിയുടെ സഹായം ഇല്ലാതെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. നമുക്ക് അവിടെ നമ്മൾ കുടുങ്ങി പോകും. നമുക്ക് വേറൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയായിരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലാണെങ്കിലും അല്ലെ മറ്റെല്ലാ കാര്യത്തിനാലും നമ്മൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്താണ് അവിടെ നിൽക്കണം. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇറങ്ങി പോവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാം, എന്തെങ്കിലും പക്ഷേ അവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അടി കൊണ്ട് കെടുക്കേണ്ടി തന്നെ വരും. നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. ഈ പുള്ളി കാറെടുക്കാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. നമുക്ക് എവിടെ വരെ ഓടാൻ പറ്റും? അപ്പോൾ തൊട്ടടുത്ത ഒരു ഫ്ലാറ്റിൻ്റെ മുകളിലോ ഉള്ള നൈബറിൻ്റെ അടുത്തോ തൊട്ടപ്പുറത്തെ റൂമിലോ അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് നാജിയയുടെ മാത്രം ഒരു കഥയല്ല. ഒരുപാട് പേര് ഇങ്ങനെ അനുഭവിച്ച് ഇരിക്കുന്നവരുണ്ട്. പലരും ഇതിൽ തന്നെ അനുഭവിച്ച് ജീവിതം തീർന്നു പോയവരുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അങ്ങനെ ജീവിതം ഒരു കല്യാണം കഴിച്ച് ഇതുപോലെ ഒരു ജീവിതമായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവിടെ തീർന്നു പോകേണ്ടവരല്ല. സമാധാനപരമായ ഒരു ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിൽ നിന്ന്
പുറത്തിറങ്ങാനായിട്ട്, ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പേരിലൂടെ പുറത്തിറങ്ങാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പിന്നീട് അവരുടെ ജീവിതം സക്സസ് ആയി സമാധാനപരമായി ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓ മൈ ഗോഡ് ഡിവോഴ്സോ എന്ന് പറയുന്ന ബന്ധുക്കളോ നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ ഭയന്ന് പുറത്ത് പറയാതെ ഒന്നില്ലെങ്കിൽ കുറച്ച് നാൾ നിന്ന് അവർ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താക്കന്മാർ ഇവരെ കൊന്നു കുഴിച്ചു മൂടും കെട്ടിത്തൂക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. ചങ്കുറ്റുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അവർ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം തലയിൽ ആ ഒരു പട്ടം കിട്ടിയാലും വേണ്ടില്ല എന്ന് കരുതി അതിന് മുന്നേറും. പക്ഷെ ഇതിലേറ്റവും വലുത് ഈ ഒരു കാര്യത്തിന് വേണ്ടി പെൺകുട്ടീനെ ചേർത്ത് പിടിക്കാൻ വീട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ 10 ആളിൽ 9 ആള് കൂടിയില്ലെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ കൈ പിടിച്ച് ഉയർത്താൻ ഉണ്ടാവും എന്നൊരു കോൺഫിഡൻസിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇത് ഇപ്പൊ നാജിയയുടെ ഈ ഒരു ജീവിത കഥ കേൾക്കുമ്പോൾ ഒരു കഥ കേട്ട ലാഘവത്തിലാകും നമ്മൾ കേൾക്കുന്നവർക്ക് അത് തോന്നും. പക്ഷെ ഞാനടക്കം ഒരുപാട് പേർക്ക് ലൈഫിൽ ഇത് ഫീൽ ചെയ്ത ആളുകൾ, അനുഭവിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് ആ ഒരു മെമ്മറി, ആ ഒരു നിമിഷങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുന്ന ഓരോ നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ ചെറിയ ഒരു സംഭവമല്ല. ഇന്നും ആലോചിക്കുമ്പോൾ അത് ഞെട്ടലോടെ നോക്കി ആലോചിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് അനുഭവിച്ചവർക്കാണ് അതിന്റെ വേദന അറിയുള്ളൂ. മാറി നിന്ന് ഇത് കേട്ടവർക്ക് ഇതിപ്പോ സഹിച്ചവിടെ ഇന്നാ പോരായിരുന്നു എന്ന് തോന്നും. അത് ഉപദ്രവത്തിന്റെ ആഴം ഏത് രീതിയിലായിരുന്നു എന്ന് അറിഞ്ഞ് അനുഭവിച്ചവർക്ക് അത് അറിയുള്ളൂ. എന്തായാലും നാജിയയുടെ വാക്കുകളിലേക്ക് പോവാം. അതുപോലെ അടിയായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അടിവയറിനിട്ട് ചവിട്ടുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അത് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പായിരുന്നു. അങ്ങനെ പെയിന് വന്നപ്പോഴാണ് ഡോക്ടറെ കാണിക്കാൻ പോയത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഗ്യാസിന്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡൗട്ട് തോന്നിയതുകൊണ്ടാണ് ഡോക്ടറെ കാണിക്കാൻ പോയതും ഇങ്ങനെ ആണെന്ന് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതും. പക്ഷെ ആ ഒരു ഇത് എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാനൊരു പക്ഷെ ആരടുത്തും ഈ ഒരു പ്രോബ്ലംസോ ഒന്നും ഞാൻ പറയാറുണ്ടായിരുന്നില്ല. അത് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോന്നത്. ഒരു 2.5 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ പോന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി അവിടെ അവരുടെ വീട്ടിൽ കയറിയിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ആ സമയത്ത് അവര് ഡോക്ടറെ കാണിച്ചിട്ട് അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 1 week കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആയി, പെയിൻ ആയി. ആ ഒരു സമയത്ത് അവര് വിളിച്ചറിയിച്ചപ്പോൾ അവര് ആരും ഹോസ്പിറ്റലിലേക്ക് വരാനൊന്നും കൂട്ടാക്കി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഫുൾ ബെഡ് റെസ്റ്റ് വേണം, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം 2 തവണ ഇങ്ങനെ ബ്ലീഡിങ്ങും ആയി, അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ഉള്ളതുകൊണ്ട് ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ആ സമയത്താണ് അവരുടെ സിസ്റ്റേഴ്സ് ഒക്കെ വീട്ടിലോട്ട് വന്നത്. വീട്ടിൽ വന്നിട്ട് അവരുടെ കൂടെ പോകാൻ പറഞ്ഞു. പക്ഷെ ഡോക്ടർ ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നിരുന്നു, ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്ന്. അവരുടെ വീട്ടിലാണെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ എൻ്റെ ഉമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നത്, എല്ലാ ബെഡിലേക്ക് എത്തിച്ചു തരുമായിരുന്നു. ആ രീതിയിൽ റെസ്റ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞൊരു വാക്ക് എന്താന്ന് വെച്ചാൽ, അബോർഷൻ ആയാലും വേണ്ടില്ല, 1 minute നേരത്തേക്കാണെങ്കിലും എൻ്റെ വീട്ടിലോട്ട് പോകണം, എനിക്ക് എൻ്റെ വാശി ജയിക്കണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അന്ന് വരെയുള്ള എല്ലാ വാശിക്കും ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. അന്ന് വരെ എന്നെ അടിച്ച കാര്യമോ ഒന്നും എൻ്റെ വീട്ടിലോ ആർക്കും അറിയുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു വാശി മാത്രം ഞാൻ പറഞ്ഞു, കുഞ്ഞിനെ എഫക്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആ വാശിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിനുശേഷം പിന്നെ അവർ കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര പൾസിന് പ്രോബ്ലം വന്നു, പൾസ് ഡൗൺ ആയി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഡിപ്രഷൻ എന്നുള്ള ഒരു വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം അത് അത്രയും വലിയൊരു സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് നമ്മളൊരു കെയറിങ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു കെയറോ ഒന്നും ആരിൽ നിന്നാണോ കിട്ടേണ്ടത് അതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ചില സമയത്ത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ വീടിന്റെ മേളിൽ കിടന്ന് ചാടിയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നെല്ലാം എന്നെ മൈൻഡിലോട്ട് ചില സമയത്ത് ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റുമുണ്ട്. എന്നെ വേണ്ടാത്തൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിന് സൂയിസൈഡ് ചെയ്യണം? അതിന്റെ ആവശ്യമില്ല. എന്നെ സ്നേഹിക്കുന്ന, അതായത് ഞാനും എൻ്റെ സൗണ്ട് ഒന്ന് പതറിയാൽ ഓടിയെത്തുന്ന ഉമ്മയും ഉപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെന്നെ അത്രയും ചേർത്ത് പിടുത്തി, രാവും പകലും ഇല്ലാതെ എന്നെ ചേർത്ത് പിടുത്തി നിർത്തിയിട്ടാണ് ഞാൻ ആ ഒരു സിറ്റുവേഷൻ എല്ലാം ഓവർകം ചെയ്തത്. അങ്ങനെ ആ ഒരു അത്രയും മാസം 8-9 മാസത്തോളം ഒരു കമ്മ്യൂണിക്കേഷൻ അത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട്
മുതിർന്ന ആൾക്കാരൊക്കെ ഇടപെട്ട് അവരൊരു വിളി തുടങ്ങി, സംസാരം തുടങ്ങി. ആ സമയത്തും എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവർ പറഞ്ഞ ഞാൻ ഫുൾ ബെഡ് റെസ്റ്റ് ആണ്, ഫുൾ ബെഡ് റെസ്റ്റ് ബെഡിൽ കിടക്കണല്ലോ. അപ്പൊ അവരുടെ ഒരു കൺസെപ്റ്റ് ഞാനൊരു ശവമായിട്ട് കിടക്കാണ്. ആ ശവമായി കിടക്കുന്ന നീ ഒരിക്കലും പ്രസവിക്കില്ല എന്നുള്ളതായിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനോട് സ്നേഹം കൂടുള്ളൂ എന്നുള്ളൊരു വാക്കായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് ആ ഒരു നിമിഷം മുതൽ ഞാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചൊരു ഇതുണ്ട്, എത്ര വേദന സഹിച്ചാലും വേണ്ടില്ല, എന്നെ ലേബർ റൂമിൽ തന്നെ പ്രസവിപ്പിക്കണ, സിസേറിയൻ ആവരുതേ എന്നുള്ളത്. അതേ പ്രാർത്ഥന എന്റെ അത്രയും കഷ്ടപ്പാടൊന്നും കണ്ടുകൊണ്ടായിരിക്കാം പടച്ചവന് പ്രാർത്ഥന കേട്ടു. ഡെലിവറി സമയത്ത് നോർമൽ ഡെലിവറി ആയിരുന്നു. അധികം ഒന്നും ഒരു ഡ്യൂറേഷൻ ഇല്ലാതെ ഒരു 3 hours ഉള്ളിൽ തന്നെ എന്റെ ഡെലിവറി കഴിയുകയും ചെയ്തു. ഡെലിവറി സാധാരണ നോർമൽ നേരത്തെയോ അങ്ങനെയൊന്നുമല്ല, കറക്റ്റ് ടൈമിന് തന്നെ ആയിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിനെ തന്നെ കിട്ടിയിരുന്നത്. പക്ഷെ ആ ഒരു സന്തോഷത്തിന്റെ ഇടയിലും അവരുടെ വീട്ടുകാര് ഹോസ്പിറ്റലിൽ വന്നു എന്നെ ലേബർ റൂമിൽ നിന്ന് റൂമിലോട്ട് കൊണ്ടുവന്ന സമയത്ത് അവർ പറയാൻ പാടില്ലാത്ത ഒരുപാട് വാക്കുകൾ പറഞ്ഞു. കാരണം അവരുടെ ഒരു തോട്ട് പ്രകാരം ഞാനും മോനും അല്ലെങ്കിൽ ഞാനും എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും ഡെലിവറിയോട് കൂടി തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതാവുന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് ഗൾഫില് ഈ ഭർത്താവിന്റെ കൂടെ ഇനിയും തുടർന്ന് ഇതൊക്കെ സഹിച്ച് ആരോടും പറയാതെ നിന്ന് കഴിഞ്ഞ്, ആരോടും പറയാൻ പറ്റുന്നില്ല, ആരും വേദനിപ്പിക്കേണ്ട, മോശം വേണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇനിയും തുടർന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ജീവിതം ഇല്ലാതാവും, താൻ മരണം വരെ സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ, അതും താൻ അവിടെ പ്രഗ്നൻ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ അടിവയറ്റിലെ ചവിട്ടും മുടി കുത്തി പിടിച്ചുള്ള അടിയും ഇടിയും, അടിവയറ്റിലെ ചവിട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് അത്രയും വേദനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഗർഭിണി കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. അവരവിടെ നിന്ന് പോരാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നാട്ടിലെത്തി കഴിഞ്ഞിട്ടും ഈ പറയുന്ന പ്രഗ്നൻ്റായ ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കെയറോ അല്ലെങ്കിൽ സ്നേഹമോ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഒന്നും പിന്നെയും ആ ആൾക്കൊരു ഭർത്താവിന് ചേഞ്ചോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ചേഞ്ചോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഈ കുഞ്ഞ് ഈ പ്രസവിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഡെലിവറിയോടുകൂടി ഈ മകൻ്റെ ഭാര്യയും ഈ കുഞ്ഞും മരിച്ചു പോകും എന്ന് വിചാരിച്ച്, മരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ കുഞ്ഞ് അബോട്ടായി പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രസവിക്കാൻ സമയമാകുമ്പോൾ ആയ സമയത്തും പ്രസവത്തിൽ ഇവർ രണ്ടുപേരും മരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ഭർത്താവും വീട്ടുകാരാണ്. ഇവര് നാജിയെ പ്രസവിച്ചു, നോർമൽ ഡെലിവറി പോലെ തന്നെ ഡെലിവറി ആയിട്ട് തന്നെ പ്രസവിച്ചു. ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ തന്നെ കിട്ടി. മെലിഞ്ഞ ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരുപാട് സൗന്ദര്യം വാരികോരി ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതുപോലെ അവരെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അത് അവരൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊന്നും ഒരു വ്യത്യാസം വന്നില്ല. ഈ കുഞ്ഞിനെ കാണാനായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് അവർ വരും, കുഞ്ഞിനെ കാണും, പോവും. അല്ലാതെ ഈ നാജിയോട് സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കുഞ്ഞ് എന്ന് പറയുന്നത് അവരുടെ മകൻ്റെ കുഞ്ഞ് മാത്രമല്ല, ഇത് നാജിയുടെ വയറ്റിലുണ്ടായ കുഞ്ഞാണ്. അതായത് ആ കുഞ്ഞിനെ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹം സത്യമാണെങ്കിൽ, അവരുടെ മകൻ്റെ ആ ജീവനെ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മകൻ്റെ ഭാര്യയാണ് അതിന് ജന്മം കൊടുത്തത്. ആ കുഞ്ഞിന് ജന്മം കൊടുത്ത ആ മകൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയാത്ത അവർക്ക് ആ കുഞ്ഞിനോടും ആ മകനോടും കാണിക്കുന്ന സ്നേഹം വെറും അഭിനയമാണ്. പിന്നെ ഈ പറയുന്ന ഭർത്താവും കുറേ നാൾ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. കുഞ്ഞിനെ വന്ന് കണ്ട് എടുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാതെ നാട്ടിൽ വന്ന വഴിക്ക് തന്നെ ഇയാൾ ആദ്യം ചെയ്തത് റൂമിൽ കയറി വാതിലടച്ച്, നാജിയുടെ വീട്ടിൽ തന്നെയായിരുന്നു, നാജിയുടെ ഡെലിവറി കഴിഞ്ഞ് കിടക്കായിരുന്നു. കുഞ്ഞിന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് 8 മാസമായ സമയത്താണ് ഈ ഭർത്താവ് വരുന്നത്. എന്നിട്ട് വന്ന് നാജിയനെ റൂമിൽ ലോക്ക് ചെയ്തിട്ട്, നാജിയയുടെ പാരൻസ് അവിടെ ഉണ്ടായിരുന്നില്ല, ഒരുപാട് ഉപദ്രവിച്ച് അടിച്ചിടിച്ച് ഒരുപാട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അത് നാജിയയ്ക്ക് താങ്ങാന്നേലും അപ്പടായിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ വന്ന് കാണാനോ അതിൻ്റെ മുഖം കാണാനോ അതിനൊന്നും നിൽക്കാതെ ഈ ഭാര്യയെ പിന്നെയും വീണ്ടും വന്ന് ഉപദ്രവിക്കലായിരുന്നു. ആ കുഞ്ഞ് വാവിട്ട് അവിടെ കിടന്ന് കരയുമ്പോൾ അതിനെ ഒന്ന് എടുക്കാൻ പോലും നാജിക്ക് ആ സമയത്ത് പറ്റുന്നുണ്ടായിരുന്നു. അത്രയും ഉപദ്രവിക്കലും അടിക്കലും ഒക്കെ ആയിരുന്നു. എല്ലാം അവർ ഞെട്ടിച്ചുകൊണ്ടാണ് ഞാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. എനിക്കും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, കൊച്ചിനും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞിരുന്ന കാര്യങ്ങള്, നിങ്ങൾ ഇത്രയും കാലം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നത്, നിങ്ങൾക്ക് ഒഴിഞ്ഞു പൊക്കൂടായിരുന്നില്ലേ, അവനൊരു പുതിയ ജീവിതം കിട്ടില്ലേ എന്നൊക്കെയായിരുന്നു അവരന്ന് സംസാരിച്ചിരുന്നത്.
പക്ഷെ അത് ആ ഒരു ഡെലിവറി കഴിഞ്ഞ് വന്ന് റൂമിൽ എത്തിയിട്ടേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴെന്റെ പൾസ് വീണ്ടും ഡൗൺ ആയി. വീണ്ടും ഡോക്ടറെ വിളിച്ച് അവർ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ അത് നോർമലായത്. ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു ദേഷ്യം പോലെ പറഞ്ഞിരുന്നത്, നിന്നെ ഒരു കൈ ചാണകല് കിട്ടിയാൽ നിന്റെ മുഖം അടിച്ചു പൊളിക്കുന്നതായിരുന്നു. പക്ഷെ എല്ലാം ദേഷ്യപ്പുറത്ത് പറയാന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ അത്ര ഉൾക്കൊണ്ടിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലല്ലേ നിൽക്കുന്നു, ഇങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ഞാൻ ഫോൺ കട്ട് ചെയ്തു. കാരണം ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ബോഡി ഫുൾ വീക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് സിറ്റുവേഷൻ അപ്പോൾ വന്നാലും ഹെഡേക്ക് ആയിക്കോട്ടെ എന്ത് വന്നാലും അത് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ സംസാരം ഉണ്ടായില്ല. പിന്നെ ആളങ്ങനെ കോണ്ടാക്റ്റോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവരെ വീട്ടുകാർ ജസ്റ്റ് വരും, എന്നോട് മിണ്ടൊന്നുമില്ല, കൊച്ചിന് കാണും പോവും, ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മോന് 8 months ആയ സമയത്താണ് അവർ നാട്ടിൽ വരുന്നത്. ആ സമയത്ത് അവർ വീട്ടിലോട്ട് വന്നത്, സാധാരണ ഒരു കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ അത് പെങ്ങന്മാരോ ഉമ്മയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അവരൊരു ഗുണ്ടായുസത്തിന് വരുന്ന പോലെ പിന്നെ അവരുടെ ഉപ്പയും 2 അളിയന്മാരും കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു ഉപ്പേനെ. അപ്പൊ ഉപ്പയ്ക്ക് എക്സാം ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഉപ്പ ഉണ്ടാവില്ല, ആ സമയത്ത് ഉണ്ടാവില്ല, കുട്ടിനെ വേണമെങ്കിൽ കണ്ടു പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുപ്പ എത്തുന്നതിന് മുമ്പായിട്ട് എന്റെ വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്ന് നേരിട്ട ആള് എന്റെ റൂമിലോട്ട് കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് അടിക്കുകയാണ് ചെയ്തത്. കുട്ടീനെ നോക്കാൻ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് അടിക്കുകയാണ് ചെയ്തത്. അതിന് കാവലായിട്ട് ആ ഡോറിന്റെ പുറത്ത് നിന്നിരുന്നത് അവരുടെ ഉപ്പയായിരുന്നു. ബാക്കിയുള്ള 2 പേര് കാറിലും സിറ്റൗട്ടിലൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ആ ശബ്ദം കേട്ട് ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ വിചാരിച്ചത് വീട്ടിലെന്തോ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയാണെന്നോ അങ്ങനെ എന്താണ് വിചാരിച്ചത്. കാരണം അത്ര ഇതിലാണ് എന്നെ അടിക്കുകയും ചെയ്തത്. ആ ഒരു രീതിയിൽ മോനെ ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് ചെയ്തത്. ആ സമയത്ത് മോനെ പോയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പേടിയായിരുന്നു. വന്ന് കയറിയിട്ട് ആദ്യമായിട്ട് തന്റെ കുഞ്ഞിനെ കാണാൻ വരുന്ന ആൾ ആ കുഞ്ഞിനെ നോക്കാതെ എന്നെ അടിക്കുകയാണ് ചെയ്തത്. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതിയിൽ മോനപ്പോൾ അവിടെ കിടന്ന് കരയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുവിധം ഞാൻ ആ ഡോറ് ലോക്ക് തുറന്ന സമയത്ത് വീണ്ടും എന്നെ അടിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഉമ്മയൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവരോട് ഡോറ് തുറക്കാൻ, പക്ഷെ അവര് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഡോറ് ഞാൻ ഒരുവിധം തുറന്ന് ഉള്ളിൽ കയറി ആളെ വീടിന് പുറത്താക്കി ഉമ്മ സിറ്റൗട്ടിന്റെ ഡോറ് ലോക്ക് ചെയ്തു. ആ സമയത്ത് ഉപ്പാദ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്റെ ബ്രദേഴ്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. ആ സമയത്താണ് വീട്ടിലുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും എന്നെ അത്രയും ആ ഒരു വർഷത്തിൽ ഞാൻ അവിടെ നിന്ന സമയത്ത്, 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആളുടെ കൂടെ നിന്നിട്ടില്ല, പക്ഷെ നിന്ന സമയത്ത് എന്നെ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു സമയത്താണ് അറിയുന്നുണ്ടായിരുന്നത്. പിന്നീട് അത് ഞങ്ങൾ നേരെ ക്രിമിനൽ കേസായി, കേസും കോടതിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. 18 ഞാൻ ലീഗലി ഡിവോഴ്സ് ആവുന്നത്. 2015 തന്നെ ഞാൻ KCBയിൽ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അത്രയും മെന്റലൊക്കെ ഞാൻ അത്രയും വീക്കായിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻ്റെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കാനും എല്ലാറ്റിനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ KCBയിൽ ജോയിൻ ചെയ്തത്. ആ 2015 മുതൽ ഇതുവരെ ഞാൻ അന്ന് കുഞ്ഞിനെ കാണാൻ 8 മാസമുള്ള സമയത്ത് ഉപ്പയും അളിയന്മാരും ഒരു ഗുണ്ടായിസം പോലെ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ഇവർ വിളിച്ച് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ കാണാൻ. അപ്പോൾ ഉപ്പ എക്സാം ഡ്യൂട്ടി ജോലിയുടെ കാര്യം കാരണം താൻ അവിടെ ഉണ്ടാവില്ല, പക്ഷെ കുഞ്ഞിനെ വന്ന് കണ്ടോക്കോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോൾ വരുന്നതിന് മുന്നേ വരികയും ഈ പറയുന്ന നാജി കുഞ്ഞിനെ എടുക്കാനോ കാണാനോ ഒന്നും നിൽക്കാതെ നാജിയെ റൂം കൂട്ടിയിട്ടിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതിന് കാവൽ നിൽക്കാൻ ഉപ്പയും അളിയന്മാരൊക്കെ ആയിരുന്നു. ഈ സംഭവം പിന്നീട് ഒരു ക്രിമിനൽ കേസും ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെ പല കേസുകളൊക്കെ ആയിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ആയി, ഒരു ഡിവോഴ്സിലേക്ക് കാര്യങ്ങളൊക്കെ പോയി, ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയി. പിന്നീട് അവർ KCBയിൽ ജോയിൻ ചെയ്തു. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിലൊരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ അതും അത്രയും കാലം അനുഭവിച്ചത് ഉള്ളിൽ കൊണ്ട് നടന്ന് ആരോട് പറയാൻ പറ്റാതെ ഒരിക്കൽ ഈ ഡിവോഴ്സായി, അവര് ഡിവോഴ്സായി, അവളില്ലേ അവരുടെ മോളില്ലേ ഡിവോഴ്സ് അല്ലെ, അങ്ങനെ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ഈ ഡിവോഴ്സായി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെ കാണും, ഈ സമൂഹത്തിൽ മറ്റുള്ളവരെ ഏത് രീതിയിൽ അത് എടുക്കും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അടക്കം നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു വന്നതും ഇതെല്ലാം കൂടിയിട്ട് വരുന്ന ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കും ജീവിതം, എന്തൊക്കെ നേരിടേണ്ടി വരും, എല്ലാവരും മാറ്റി നിർത്തുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണെന്നുള്ള ഇതെല്ലാം അടക്കം ഇവർ വല്ലാത്തൊരു എന്താ പറയുക ഒരു മെൻ്റൽ എന്താ പറയുക ഡൗൺ ആയിട്ട് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ മെൻ്റലി ആകെ തകർന്നിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ എവിടെയെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ജോയിൻ ചെയ്യും, അവിടെ ജോലി ചെയ്യാൻ പോവുകയും ചെയ്തു. അവിടെ നാജിയ KCBയിലാണ് ജോയിൻ ചെയ്തത്. അത് അവർ ഒരുപാട്
മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് അപ്പോൾ ആ ജോലിയും അവിടുത്തെ ആളുകളും അവിടുത്തെ കാര്യങ്ങളുമായിട്ട് ഇതാവുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പതുക്കെ പതുക്കെ മൈൻഡിൽ നിന്ന് അങ്ങ് പോകും. അപ്പോൾ അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് പിന്നീട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഓർത്ത് വരുന്നത്. നമ്മൾ ഇതിൽ തന്നെ ആലോചിച്ച് ഇരുന്ന് ഉരുകിയില്ലാതാവും. അപ്പോൾ KCB തന്നെയാണ് ഇപ്പോഴും നാജിയ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും KCB തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനോട് കൂടെ തന്നെ ഞാൻ റെസിനാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലോട്ട് കടക്കുകയാണ് ചെയ്തത്. അത് ലോക്ക്ഡൌണിന്റെ സമയത്ത് എൻ്റെ അനിയത്തി, അവള് ബിഫോർ ക്രാഫ്റ്റ് എന്നുള്ള പേജിന്റെ ഫൗണ്ടറാണ്. അവള് ക്രാഫ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനോട് കൂടെ തന്നെ ഞാനും ക്രാഫ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. ആ ഒരു സമയത്ത് പേപ്പർ ക്രാഫ്റ്റ് ആണ് എല്ലാവരും ചെയ്തിരുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ റെസിനാട്ട് എന്നുള്ള ഒന്ന് പരീക്ഷിക്കുകയാണ് ചെയ്തത്. അതിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഷീ കണക്ട് എന്നുള്ളൊരു വുമൺസ് ഓണ്ടർപ്രണേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഒരു ചാപ്റ്ററിന്റെ ഹെഡ് പൊസിഷനിൽ ചീഫായിട്ട് 6 months കാലം ഞാൻ അവിടെ ആ ഒരു ഡ്യൂട്ടി ചെയ്യുകയും ചെയ്തു. പിന്നീട് അതിലൂടെ എനിക്ക് ഒരുപാട് പേര് പരിചയപ്പെടാനും ഒരുപാട് വർക്കുകൾ കിട്ടാനും അതേപോലെ കുറച്ച് എല്ലാവരിലേക്കും എൻ്റെ ബ്രാൻഡിനെ എന്നെ എത്തിക്കാനും എനിക്ക് കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ഈ സിറ്റുവേഷൻ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും. അവരോടെല്ലാം പറയാനുള്ളത്, നമുക്ക് എത്ര സ്ട്രഗിൾ വന്നാലും എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ഫൈറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളുടെ എതിരായിട്ട് 99 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും നമ്മളെ കൈപിടിച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനുണ്ടാവും. ആ ഒരു വ്യക്തിയായിരിക്കും നമുക്കൊരു പുതു വെളിച്ചം തരുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന, പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പെൺകുട്ടികൾക്കാണെങ്കിലും എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ എനിക്കൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് എന്നെ കേൾക്കാനും എന്നെ അറിയാനും എൻ്റെ പേരൻസ് എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം. എനിക്ക് പേരൻസിനോടും കൂടെ പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കേൾക്കാന് അല്ലെങ്കിൽ അവളെ അറിയാന് ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു സഹോദരിയോ പേരൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ, ഒരിക്കലും ഒരു ജീവൻ നഷ്ടപ്പെടില്ല. അപ്പോൾ നാജിക്ക് മാത്രമല്ല എനിക്കും പേഴ്സണലി പറയാനുള്ളത് അങ്ങനെയാണ്. നമുക്ക് പറയാനായിട്ടുള്ളത് എന്താണ് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ്, നമ്മൾ ഓക്കെ ആണോ, നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും നമ്മളോട് പറയുന്ന ചേർത്ത് പിടിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് നല്ല ഫ്രണ്ട്സിനോ നമ്മളെ അറിയുന്നവർക്കോ റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ കഴിയുകയാണെങ്കിൽ അവർക്കത് ധൈര്യമായിട്ട് അവരുമായി ഷെയർ ചെയ്യാനും ആ കാര്യം കേൾക്കുമ്പോൾ അവരെ അത് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുക, അകറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാനും അങ്ങനെ കഴിയുകയാണെങ്കിൽ ഒരുപാട് പേര് ഇന്ന് മണ്ണിനടിയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പറയുന്ന ആരോടും എന്തും തുറന്ന് പറയാൻ പറ്റാതെ താനായിട്ട് ഈ ഒരു വിവാഹ ജീവിതത്തിൽ നിന്ന് പിന്മാറിയാൽ ഉണ്ടാവുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉണ്ടാവുന്ന നാണക്കേട് ഭയന്ന് എന്നാൽ ജീവിതം ഒടുങ്ങാം എന്ന് വെച്ച് സൂയിസൈഡ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടു പോകുന്നവർ, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൈകൊണ്ട് മരണപ്പെട്ടു പോകുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോ, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്, ചേർത്ത് നിർത്താമെന്ന് പറയണ പാരൻസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഇനിയുള്ള കാലത്തുള്ള പെൺകുട്ടികൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജാണത്. കാരണം എന്തുണ്ടെങ്കിലും തുറന്നു പറയുക. വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന ഒരു വാക്കല്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന കുറേ മണ്ടന്മാര് ഇന്നും ലോകത്തുണ്ട്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യവുമല്ല അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഒരു മറ്റ് ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസർ പോലുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ക്യാൻസർ വന്ന ഭാഗം മുറിച്ച് കളയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് മറ്റു ഭാഗങ്ങളെ ബാധിച്ച് മരണം സംഭവിക്കില്ല. അതുപോലെ തന്നെയാണ് ജീവിതവും വിവാഹവും ഈ ഡൈവോഴ്സും. പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞ് പോകുന്ന ഒരാണും പെണ്ണും വിവാഹം കഴിച്ച് അവരൊന്നിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്തു കാരണങ്ങൾ കൊണ്ടാവട്ടെ, നാട്ടുകാർ അതിന് എന്ത് കാരണമാണെന്ന് ഊഭാവങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് ചിലപ്പോൾ പേഴ്സണലി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് പുറത്ത് പറയാൻ പറ്റില്ല പല കാര്യങ്ങളും തുറന്ന്, അല്ലെങ്കിൽ അവർ മറ്റാരും വേദനിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് പല കാര്യങ്ങളും പറയാതിരിക്കുകയായിരിക്കും. പക്ഷെ അവരെടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഒരു ജീവിതം നശിപ്പിക്കാതെ ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും ആ വിവാഹത്തിൽ നിന്ന് മാറിയത് എന്നാണ് ഈ ഡിവോഴ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അലർജി ആയിട്ട് കാണുന്നത്. ഡിവോഴ്സ് ചെയ്തു പോകുന്ന ഒരു സ്ത്രീയും പുരുഷനും, പുരുഷൻ ഇങ്ങോട്ട് പോകുന്നു, സ്ത്രീ ഇങ്ങോട്ട് പോകുന്നു.
ഈ പുരുഷൻ ഡിവോഴ്സ് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഈ പുരുഷനെ നോക്കുന്ന നോട്ടത്തിലോ പുരുഷനെ കാണുന്ന രീതിയിലോ പുരുഷനോടുള്ള ചോദ്യങ്ങളിലോ ആറ്റിറ്റ്യൂഡിലോ ഒരു മാറ്റം ഈ സമൂഹത്തിനോ വീട്ടിലോ നാട്ടിലോ എവിടെയും സംഭവിക്കും. പക്ഷെ ഡിവോഴ്സ് കഴിഞ്ഞ് പോകുന്ന ഈ സ്ത്രീ ഒന്ന് പോകുമ്പോൾ ഇവളെ നോക്കുന്ന നോട്ടം, ഇവളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇവളുടെ നേരെയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക മറ്റു രീതിയിലുള്ള സംസാരത്തിലുള്ള പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇവള് ശരിയല്ല, അല്ലെങ്കിൽ ഇവള് പോക്കാണ്, അല്ലെങ്കിൽ ഇവളെ ആള് ശരിയല്ല, ഇതൊന്നും ഈ ഡിവോഴ്സ് കഴിഞ്ഞ് പോകുന്ന ചെക്കന് അതെങ്ങനെ ശരിയാവും? ഇവര് രണ്ടുപേരും പിരിഞ്ഞു പോകുന്നവരാണെങ്കിൽ ഈ പറയുന്ന ഇതേ കാര്യങ്ങളെല്ലാം സ്ത്രീയുടെ നേരെ നിങ്ങൾക്ക് മൈൻഡിൽ ഡിവോഴ്സ്ഡ് ആയ ഒരു സ്ത്രീയുടെ നേരെ തോന്നുന്നതെല്ലാം ഈ ഡിവോഴ്സ്ഡ് ആയ പുരുഷന്റെ നേരെ തോന്നുന്നുണ്ട്. എന്താണോ തോന്നുന്നത്? അപ്പം ഇവര് നേരെ ഒന്നും തോന്നുന്നില്ല, സ്ത്രീകളുടെ നേരെ തോന്നുന്നു. അപ്പൊ പ്രശ്നം ഈ ഡിവോഴ്സ് ചെയ്തവരുടെ അല്ല, ഇത് കാണുന്ന ആളുകളുടെ മനസ്സിലാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പൊ ദയവ് ചെയ്ത് ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്രയും മോശപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. ജീവിതത്തില് ഒരു ഒത്തുപോവാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ജീവനേക്കാൾ വലുതല്ല ജീവിതം എന്ന ബോധമുള്ളവര് ചെയ്യും ഇങ്ങനൊരു കാര്യം. മനസ്സിലായി? ജീവനാണ് ഏറ്റവും വലുത്. അത് ആദ്യം ഉണ്ടാവണ്ട ജീവിക്കണമെങ്കിൽ, പിന്നെ വേണ്ട മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയും വീട്ടുമഹിമയും അതും ഇതൊക്കെ പറയാനായിട്ട്. ഈ ജീവൻ തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ മാറ്റങ്ങൾ ഒരുപാട് ഈ 2024 എത്തി നിൽക്കുമ്പോൾ ഉണ്ട്. ഒരുപാട് പേര് പഴയ പോലെ വിഷമിച്ച് പേടിച്ചു വന്നിരിക്കാതെ പുറത്ത് വരാനായിട്ട് അടയ്ക്കപ്പെട്ട് നശിച്ചു പോകുന്ന ജീവിതങ്ങൾ പുറത്തു വരാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ നടത്തുന്നവരെ അകറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനും കൂടി ഒരുപാട് പേര് ശ്രമിക്കണം. ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടോക്കായിട്ട് ഇനിയും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.